IEMസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലേ. എന്നാൽ ഇത് നോക്കാതെ നിങ്ങൾ IEMs വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ഗോണ ഹേറ്റ് ദിസ് തിങ്. എന്തെന്നല്ലേ പറഞ്ഞുതരാം. പല വെറൈറ്റീസിലുള്ള IEMs ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിംഗിൾ ഡ്രൈവർ, ഡുവൽ ഡ്രൈവർ, ഡൈനാമിക് ഡ്രൈവേഴ്സ്, ആർമേച്ചർ ഡ്രൈവേഴ്സ്, ഈവൻ 10 ഡ്രൈവേഴ്സ് ഉള്ള IEMs വരെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ IEMസിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ആണത്. ആൻഡ് 5000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കി കഴിഞ്ഞാൽ 20 ഹെർട്സ്, അതായത് സബ് ബേസ് ഏരിയയിൽ എബവ് 70 dB ആണ് ഇതിൻ്റെ വോളിയം വരുന്നത്. അതുപോലെ അപ്പർ മിഡ് റേഞ്ച് പോർഷനിലും അതുപോലെ 10K to 20K ഇതിൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസിയിലും ഇതേ സെയിം dB തന്നെയാണ് വോളിയം വരുന്നത്. ബട്ട് 6Kൻ്റെയും 10Kൻ്റെയും ഇടയിൽ 55 dB മാത്രമാണ് ഇതിൻ്റെ വോളിയം വരുന്നുള്ളൂ. ഓവറോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുമ്പോൾ ഡീസൻറ്റ് ബേസും അതുപോലെ സ്മൂത്തായിട്ടുള്ള ട്രബിളുമാണ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സിങ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ആണ്. ഏകദേശം 4400 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 20 ഹെർട്സിൽ ഏകദേശം 80 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഹൈ ഫ്രീക്വൻസീസും ഇതിൽ പ്രസൻ്റ് ആണ്. ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്ന സബ് ബേസ് ഏരിയയിലാണ്. ആൻഡ് ബേസ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു IEM ആണ് ഈ IEM. ആൻഡ് ബേസ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് ലോങ് ടേം യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹീ വിൽ ഡെഫിനറ്റ്ലി ഹേറ്റ് ദിസ് തിങ്. ഇത് സോഫ്റ്റ്വെയർസ് RS10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ആണ്. 1,35,000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി റെസ്പോൺസാണ്. ലോ ഫ്രീക്വൻസി 65 dBക്ക് താഴെയാണ് വരുന്നുള്ളൂ. അതുപോലെ അപ്പർ മിഡ് റേഞ്ചും അതുപോലെ ട്രബിൾ ഏരിയയും 70 dBയോളം വരുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ കുറച്ച് ലോവർ ആയിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിലുള്ള IEMs ഒക്കെ കൂടുതലും സ്റ്റുഡിയോ പർപ്പസിന് അല്ലെങ്കിൽ ലൈവ് സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ആൻഡ് കൂടുതൽ ബേസും ട്രബിളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളാണ് നഷ്ടം വരുന്നത്. സോ ഇനി IEMs വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള IEMs വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക.